നമുക്കെല്ലാവർക്കും പൈസ ഉണ്ടാക്കണം എന്ന ആഗ്രഹം ഉണ്ടാവും, ലൈക്ക് മില്യണേഴ്സ്, ബില്യണേഴ്സ്. പക്ഷേ കോമ്പൗണ്ടിങ്ങിനെ കുറിച്ച് മനസ്സിലാക്കാതെ ഇറ്റ് വിൽ ബി ഇമ്പോസിബിൾ. സോ ഇന്ന് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത് പവർ ഓഫ് കോമ്പൗണ്ടിങ്ങിനെ കുറിച്ചാണ്. ആൻഡ് ഈ വീഡിയോ കുറച്ച് സ്പെഷ്യലാണ് ബിക്കോസ് ടെസ്ല കമ്പനിയുടെ സ്റ്റോക്സ് ഞാൻ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരാൻ പോവാണ്. സോ ലെറ്റ്സ് ഡു ഇറ്റ്. ഞാൻ നിങ്ങൾക്കൊരു പേപ്പർ തരാണ്, ജസ്റ്റ് ഒരു നോർമൽ പേപ്പർ, ബുക്കിൻ്റെ ഒരു പേജാണെന്ന് വിചാരിച്ചോ. ഈ പേപ്പർ നിങ്ങൾക്ക് എത്ര പ്രാവശ്യം മടക്കാൻ പറ്റും? ചിലർ പറയും 4 പ്രാവശ്യം മടക്കാം, ചിലർ പറയും 5 പ്രാവശ്യം മടക്കാൻ പറ്റും, ചിലർക്ക് 10 പ്രാവശ്യം മടക്കാം. ഓക്കെ, സപ്പോസ് നിങ്ങൾ ഈ പേപ്പർ 45 പ്രാവശ്യം മടക്കി. അപ്പോൾ എന്താ സംഭവിക്കുക? നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാകും, ഹേയ് 45 പ്രാവശ്യം ഒന്നും മടക്കാൻ പറ്റില്ല, 4-5 പ്രാവശ്യം മടക്കിയാൽ തന്നെ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ ശരി, ഇനി പേപ്പർ ചെറുതല്ല, ഒരു ന്യൂസ് പേപ്പറാണ് തരുന്നതെങ്കിലോ, അല്ലെങ്കിൽ അതിനേക്കാൾ വലിയൊരു പേപ്പർ, അതിങ്ങനെ 45 പ്രാവശ്യം മടക്കിയാൽ എത്രത്തോളം തിക്കാവും? നിങ്ങളുടെ കയ്യിൻ്റെ വിരലിൻ്റെ അത്ര തിക്കാവോ, അല്ലെങ്കിൽ നിങ്ങളുടെ ഹൈറ്റിൻ്റെ അത്ര തിക്കാവോ, അല്ലെങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ അത്ര തിക്കാവോ? ഓക്കെ, നിങ്ങളൊന്ന് ജസ്റ്റ് ഇമാജിൻ ചെയ്ത് നോക്കിക്കോളൂ. നിങ്ങൾ ഇമാജിൻ ചെയ്തു എന്ന് വിചാരിക്കുന്നു. ഇങ്ങനെ നിങ്ങൾ മടക്കുകയാണെങ്കിൽ അത് ബുർജ് ഖലീഫേൻ്റെ ഹൈറ്റിനേക്കാൾ കൂടുതൽ വരും. ഒന്നുകൂടി പ്രിസൈസ് ആയിട്ട് പറയുകയാണെങ്കിൽ, നിങ്ങളൊരു പേപ്പർ 45 പ്രാവശ്യം മടക്കിയാൽ അത് ഈ ഭൂമിയിൽ നിന്ന് ചന്ദ്രനിലേക്ക് എത്തുന്ന അത്ര ഹൈറ്റ് ആവും, അത്രയ്ക്ക് തിക്കായി മാറും. എനിക്കറിയാം ഇത് ഇമാജിൻ ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് എന്ന്. ഇതെന്താ അപ്പോൾ ഇതൊരു പേപ്പർ വെറും 45 പ്രാവശ്യം മടക്കുമ്പോഴേക്കും അത് ഭൂമിയിൽ നിന്ന് ചന്ദ്രനിലേക്ക് എത്തുന്ന അത്ര ഹൈറ്റ് വയ്ക്കും എന്നോ? യെസ്, ദാറ്റ് ഈസ് പോസിബിൾ. ആക്ച്വലി ഇത്രയും പ്രാവശ്യം ഫോൾഡ് ചെയ്യുക എന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആണ്. പക്ഷേ 45 പ്രാവശ്യം ഫോൾഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത്രയും ഹൈറ്റിലെത്താൻ പറ്റും. ദാറ്റ് ഈസ് ദ പവർ ഓഫ് കോമ്പൗണ്ടിങ്. നമുക്ക് ഈ കാര്യം ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ഒരു പേപ്പറിൻ്റെ തിക്നെസ് ഓൾമോസ്റ്റ് 0.001 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഓൾമോസ്റ്റ്. ഇതിനെ ഒരു പ്രാവശ്യം മടക്കുമ്പോൾ 0.002 സെൻറ്റിമീറ്റേഴ്സ് ആവും, റൈറ്റ്? ഒന്നുകൂടി മടക്കുമ്പോൾ 0.004 സെൻറ്റിമീറ്റേഴ്സ്, ഒന്നുകൂടി മടക്കിയാലോ 0.008 സെൻറ്റിമീറ്റേഴ്സ്, ഒന്നുകൂടി ആയാൽ 0.016 സെൻറ്റിമീറ്റേഴ്സ്. ആൻഡ് ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോകും. ആൻഡ് ഇത് 10 പ്രാവശ്യം ചെയ്യുമ്പോഴേക്കും അതിൻ്റെ തിക്നെസ് 1.024 സെൻറ്റിമീറ്റർ ആവും. 20ാമത്തെ ടൈം ആവുമ്പോൾ 1048 സെൻറ്റിമീറ്റർ ആവും. അതായത് അപ്രോക്സിമേറ്റ്ലി ഒരു 3 നില ബിൽഡിങ്ങിൻ്റെ അത്ര ഹൈറ്റ് വരും. അങ്ങനെ 45 പ്രാവശ്യം ആവുമ്പോൾ 3.5 ലക്ഷം കിലോമീറ്റർ വരും. അതായത് ഭൂമിയിൽ നിന്ന് ചന്ദ്രനിലേക്കുള്ള അത്ര ദൂരം. ഇതാണ് പവർ ഓഫ് കോമ്പൗണ്ടിങ്. ഇനി നമുക്ക് മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പാർട്ടിലേക്ക് കടക്കാം, വിച്ച് ഈസ് കോമ്പൗണ്ടിങ് ഓഫ് മണി. കോമ്പൗണ്ടിങ് എഫക്റ്റ് പൈസേൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ അതെങ്ങനെ ഉണ്ടാവും? ലെറ്റ്സ് സി. സപ്പോസ് 2 കുട്ടികൾ ഒരേ സമയത്ത് ജനിക്കുകയാണ്. ഒന്ന് നിങ്ങളും ഒന്ന് നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടും. നിങ്ങളുടെ പാരൻസും നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ പാരൻസും നല്ല ലോങ് വിഷൻ ഉള്ളവരായിരുന്നു. പൈസയുടെ ഇമ്പോർട്ടൻസ് എത്രത്തോളമാണ് എന്ന് അവർക്ക് ശരിക്കും അറിയായിരുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾ ജനിച്ചത് മുതൽ നിങ്ങൾക്ക് അവർ കുറേ ഗിഫ്റ്റ്സും കളിപ്പാട്ടങ്ങളൊക്കെ വാങ്ങിത്തരുന്നതിനോടൊപ്പം കുറച്ച് പൈസ ചേർത്ത് വെച്ച് 1 ലക്ഷം ബാങ്കിൽ കൊണ്ടുപോയിട്ട് FD ആയിട്ട് ഇട്ടു. അതും 15% സിമ്പിൾ ഇൻട്രസ്റ്റിൽ. അതേസമയം നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ പാരൻസും 1 ലക്ഷം രൂപ നിങ്ങളുടെ ഫ്രണ്ടിനായിട്ട് ഇൻവെസ്റ്റ് ചെയ്തു. എവിടെ? നിഫ്റ്റി ഇൻഡെക്സ് ഫണ്ടിൽ. അവിടെയും ഓൺ ആൻ ആവറേജ് ആയിട്ട് 15% ഇൻട്രസ്റ്റ് തന്നെയായിരുന്നു റിട്ടേൺ കിട്ടിയിരുന്നത്. പക്ഷേ അവിടെ അത് കോമ്പൗണ്ടഡ് ആണ്. സോ ഈ പാരൻസ് വളരെ ലോങ് വിഷൻ ഉള്ളവരായിരുന്നു. സോ ഇവരെന്ത് ചെയ്യുമെന്നറിയോ? ഇവരുടെ റിട്ടയർമെൻറ്റിൻ്റെ സമയത്തല്ല, പകരം നിങ്ങളുടെ റിട്ടയർമെൻറ്റിൻ്റെ സമയത്ത് പിൻവലിക്കാം എന്നുള്ള ഒരു മൈൻഡിലായിരുന്നു പൈസ ഇൻവെസ്റ്റ് ചെയ്തത്. അങ്ങനെ നിങ്ങൾ വലുതാവുന്നു, നല്ല ജോബൊക്കെ കിട്ടുന്നു. അങ്ങനെ ഫൈനലി ആ ദിവസം വരികയാണ് റിട്ടയർമെൻറ്റ്. നിങ്ങൾക്ക് 2 പേർക്കും 58 വയസ്സായി. നിങ്ങളുടെ പാരൻസും നിങ്ങളോടൊപ്പം ഉണ്ട്. അങ്ങനെ അവർ ആ പൈസയെ പറ്റി പറയാണ്, അന്ന് ഇൻവെസ്റ്റ് ചെയ്ത 1 ലക്ഷം രൂപ അതിപ്പോൾ വിഡ്രോ ചെയ്യാം. സോ നിങ്ങൾ ബാങ്കിൽ പോയി നോക്കുകയാണ് എത്ര രൂപ ഉണ്ടാവും എന്നുള്ളത്. ആൻഡ് നിങ്ങളുടെ ബാങ്കിൽ 15% സിമ്പിൾ ഇൻട്രസ്റ്റ് കിട്ടിയിരുന്ന നിങ്ങളുടെ ബാങ്കിൽ ആ പൈസ 9.7 ടൈംസ് അധികമായിട്ടുണ്ട്, വിച്ച് ഈസ് 9,70,000 രൂപ. സോ നിങ്ങൾ ഹാപ്പിയായി. പിന്നീട് നിങ്ങളുടെ ഫ്രണ്ട് അവൻ്റെ അക്കൗണ്ടിൽ പോയി നോക്കുകയാണ്. 15% സിമ്പിൾ ഇൻട്രസ്റ്റും ഉണ്ട്, പ്ലസ് ഓരോ വർഷവും കോമ്പൗണ്ടിങ്ങും ആവുന്നുണ്ട്. അങ്ങനെ ആ എമൗണ്ട് നോക്കുമ്പോൾ അത് എത്ര ആയിട്ടുണ്ടായിരുന്നു എന്നറിയോ? 33,14,93,288 രൂപ. സോ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ട് ഇത്രേ ഉള്ളൂ. ടൈം കൂടുന്നതിനനുസരിച്ച് കോമ്പൗണ്ടിങ്ങിന് വരുന്ന പവർ. 10 ലക്ഷം എവിടെ കിടക്കുന്നു? 33 കോടി എവിടെ കിടക്കുന്നു? ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് സെയിം ആണ്, ഇൻട്രസ്റ്റ് റേറ്റ് സെയിം ആണ്, ഇൻവെസ്റ്റ്മെൻറ്റ് ടൈമും സെയിം ആണ്. പക്ഷേ ഒരു സ്ഥലത്ത് കോമ്പൗണ്ടിങ് ഉണ്ടായിരുന്നു, ബട്ട് ഒരു സ്ഥലത്ത് ഇല്ലായിരുന്നു. ദാറ്റ്സ് ദ ഡിഫറൻസ്. ആൻഡ് ലംസം ചെയ്യുന്നതിന് പകരം, മീൻസ് ഒരു 1 ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നതിന് പകരം SIP ആയിട്ട്, സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് കൂടുതൽ ബെറ്റർ. കാരണം അത് കുറച്ചുകൂടി അഫോർഡബിൾ ആണ്. വീക്ക്ലി ഓർ മന്ത്ലി 500 rupees വരെ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ആൻഡ് അത് ബിഗിനർ ഫ്രണ്ട്ലി കൂടിയാണ്. ഫോർ എക്സാമ്പിൾ മന്ത്ലി നിങ്ങൾ 500 rupees 15% ഇൻട്രസ്റ്റിൽ 30 വർഷത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്താൽ
ടോട്ടൽ ഇൻവെസ്റ്റ് ചെയ്തത് 1,80,000 രൂപ ആൻഡ് ടോട്ടൽ നിങ്ങൾക്ക് കിട്ടുന്നത് 35,04,910 രൂപ. സീ ദ ഡിഫറൻസ്. സോ SIP എന്ന് കേൾക്കുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് മ്യൂച്വൽ ഫണ്ട്സ് ആണ് അല്ലേ? പക്ഷെ നിങ്ങൾക്കിപ്പോൾ US സ്റ്റോക്സിലും SIP സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അതായത് ഗൂഗിൾ, മൈക്രോസോഫ്റ്റ്, ടെസ്ല, ആമസോൺ, ആപ്പിൾ ഈ കമ്പനീസിൻ്റെ ഒക്കെ സ്റ്റോക്ക് നിങ്ങൾക്ക് വാങ്ങിക്കാനായിട്ട് പറ്റും. US സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ മെയിനായിട്ട് 2 റീസൺസ് ഉണ്ട്. ഒന്ന്, ഫ്രാക്ഷൻ ഇൻവെസ്റ്റിംഗ്, അതായത് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ മിനിമം 1 ഷെയർ ആണ് വാങ്ങേണ്ടത്. ബട്ട് US സ്റ്റോക്ക് വാങ്ങുമ്പോൾ 1 ഷെയറിൻ്റെ പാർട്ട് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും. ആൻഡ് ആൾസോ യു ഹാവ് ദ അഡ്വാൻറ്റേജ് ഓഫ് റുപ്പി ഡിപ്രീസിയേഷൻ. സോ ഇങ്ങനെ US സ്റ്റോക്കിൽ നിന്നും 1 രൂപ പോലും ചാർജ് കൊടുക്കാതെ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ IND മണി ആപ്പ് യൂസ് ചെയ്യാവുന്നതാണ്. 0 അക്കൗണ്ട് ഓപ്പണിംഗ് ഫീസ്, 0 കമ്മീഷൻ, 0 ബ്രോക്കറേജ്. ഹാപ്പി? ആൻഡ് അപ് ടു 1,000 rupees വർത്ത് വരുന്ന ടെസ്ല കമ്പനിയുടെ ഷെയർസ് ഫ്രീ ആയിട്ട് ക്ലെയിം ചെയ്യാനായിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് IND മണി ആപ്പ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് എന്ത് ചെയ്യണം? നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഫണ്ട് ചെയ്യണം. ഓക്കെ, SIP മോഡിൽ നിങ്ങൾക്ക് US സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം. എത്ര എമൗണ്ട് വേണം എന്നുള്ളത് സെറ്റ് ചെയ്യുക, വീക്ക്ലി ആണോ മന്ത്ലി ആണോ എന്നുള്ളത് സെറ്റ് ചെയ്യുക ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ജേർണി സ്റ്റാർട്ട് ചെയ്യുക. സിമ്പിൾ. ആൻഡ് ഇവരുടെ മിനി സേവിങ്സ് ഫീച്ചർ വെച്ചിട്ട് നിങ്ങളുടെ ഡെയിലി സേവിങ്സിൽ നിന്നും ഓട്ടോമാറ്റിക്കായിട്ട് US സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരവസരവും ഇവർ നൽകുന്നുണ്ട്. സോ താല്പര്യമുള്ളവർക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. സോ നെക്സ്റ്റ്, കോമ്പൗണ്ടിങ് ഇൻ ഹെൽത്ത്. സപ്പോസ് 3 ഫ്രണ്ട്സ് ഉണ്ട്, അച്ചു, കിച്ചു, സച്ചു. ഇവർ ഒരേപോലെയാണ്. സെയിം വെയിറ്റ്, സെയിം ഈറ്റിംഗ് ഹാബിറ്റ്സ്, സെയിം എക്സസൈസ് ഹാബിറ്റ്സ്. ഇവരുടെ 3 പേരുടെയും വെയിറ്റും സെയിം ആണ്, 75 കിലോ. ഇവർക്ക് 3 പേർക്കും ഒരു ചെറിയ ശീലമുണ്ട്. രാത്രി ഫുഡ് കഴിച്ചതിന് ശേഷം ഒരു ചോക്ലേറ്റ് കഴിക്കണം. ഇവരുടെ ഈറ്റിംഗ് ഹാബിറ്റ്സിൽ ഒരു ചേഞ്ച് കൊണ്ടുവരാണ്. അച്ചു രാത്രിയിൽ എക്സ്ട്രാ ഒരു ചോക്ലേറ്റ് കൂടി കഴിക്കാൻ തുടങ്ങി. സച്ചു ആണെങ്കിൽ രാത്രി ചോക്ലേറ്റ് കഴിക്കുന്നത് കംപ്ലീറ്റ്ലി നിർത്തി. കിച്ചു ആണെങ്കിലോ ഒരു ചേഞ്ചും കൊണ്ടുവന്നില്ല, ഡെയിലി ഒരു ചോക്ലേറ്റ് തന്നെ. അങ്ങനെ 3 വർഷത്തിന് ശേഷം എക്സ്ട്രാ ഒരു ചോക്ലേറ്റ് കഴിച്ച അച്ചു 93 കിലോ ആയി. കിച്ചുവിന് ചേഞ്ച് ഒന്നും വന്നില്ല ആൻഡ് സച്ചു 75 നിന്നും 57 കിലോ ആയി. സോ അച്ചു ഡെയിലി കഴിച്ച ആ ഒരു എക്സ്ട്രാ ചോക്ലേറ്റ് കാരണം 17.7 കിലോയുടെ വെയിറ്റ് ഗെയിൻ ആണ് ഉണ്ടായത്. ആൻഡ് അത് ഹൈ കൊളസ്ട്രോൾ ലെവലിനും ഫ്രസ്ട്രേഷനും മറ്റ് ഡിസീസിനും ഒക്കെ കാരണമായി. സോ പോയിന്റ് ഇതാണ്, ഒരു ചെറിയ മാറ്റത്തിന് ഒരു ലോങ് ടേമിലേക്ക് കോമ്പൗണ്ടിങ് എഫക്റ്റ് കൊണ്ടുവരാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് ഈസ് കോമ്പൗണ്ടിങ് ഇൻ നോളജ്. വാരൻ ബഫറ്റ് പറയുന്നത് ഡെയിലി കുറച്ച് നോളജ് അക്വയർ ചെയ്യാനായിട്ട് ടൈം ഇൻവെസ്റ്റ് ചെയ്യുക എന്നതാണ്. ആൻഡ് അത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് നൽകും. നിങ്ങൾ ഡെയിലി 10 പേജസ് വായിക്കുകയാണെങ്കിൽ 1 വർഷം കൊണ്ട് നിങ്ങൾക്ക് 15 മുതൽ 18 ബുക്സ് വരെ വായിച്ചു തീർക്കാനായിട്ട് പറ്റും, വിച്ച് ഈസ് അമേസിങ്, റൈറ്റ്? സോ ദ പോയിന്റ് ഈസ് ഡെയിലി അറ്റ്ലീസ്റ്റ് ഒരു 15 to 20 minutes നിങ്ങളുടെ അറിവ് വളർത്താനായിട്ട് ഉപയോഗിക്കുക. ബിക്കോസ് യു നോ വാട്ട്, ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ നോളജ് പേസ് ദ ഹയസ്റ്റ് ഇൻട്രസ്റ്റ്. സോ ഈ വീഡിയോയിൽ പറഞ്ഞതെല്ലാം ഒന്ന് സമ്മറൈസ് ചെയ്യുകയാണെങ്കിൽ അത് നമ്മൾ പറഞ്ഞു, ഒരു പേപ്പറിനെ 45 പ്രാവശ്യം ഫോൾഡ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ തിക്നെസ് എത്രയാവും? ഭൂമിയിൽ നിന്ന് ചന്ദ്രനിലേക്കുള്ള അത്രയാവും. പിന്നീട് നമ്മൾ 58 വർഷം കൊണ്ട് 15% സിമ്പിൾ ഇൻട്രസ്റ്റ് കൊണ്ട് 1 ലക്ഷം 10 ലക്ഷം ആവുന്നത് കണ്ടു. 15% കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കൊണ്ട് 1,33 കോടി ആവുന്നത് കണ്ടു. സോ IND മണി ആപ്പ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. പിന്നീട് നമ്മൾ ഹെൽത്തിൽ കോമ്പൗണ്ടിങ് എഫക്റ്റ് കണ്ടു. എങ്ങനെ ഒരു എക്സ്ട്രാ ചോക്ലേറ്റ് 17 കിലോ വെയിറ്റ് ഗെയിന് കാരണമായി എന്ന് കണ്ടു. ആൻഡ് ദെൻ ഡെയിലി 10 പേജസ് വായിക്കുകയാണെങ്കിൽ 1 വർഷം കൊണ്ട് 15 മുതൽ 18 ബുക്സ് വരെ കംപ്ലീറ്റ്ലി വായിച്ചു തീർക്കാം എന്നും കണ്ടു. സോ ദാറ്റ്സ് ദ പവർ ഓഫ് കോമ്പൗണ്ടിങ്. യൂസ് ദാറ്റ് പവർ. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. പണക്കാരുടെ 10 ഗോൾഡൻ റൂൾസ് എന്തൊക്കെയാണ് എന്നറിയാനായിട്ട് ലെഫ്റ്റ് വീഡിയോയിൽ ക്ലിക്ക് ചെയ്യാം. 15 ലൈഫ് ലെസൺസ് അറിയാനായിട്ട് റൈറ്റ് വീഡിയോയിൽ ക്ലിക്ക് ചെയ്യാം. സോ താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. Have a nice day.